2021 നടന്ന RRB NTPC CBT 1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. One angle of a triangle is 55 degree. If the other two angles are in the ratio 9:16, find the angles. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 55 ഡിഗ്രി ആണെന്നാണ് തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ആംഗിളിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 9:16. അപ്പോൾ ഈ 9:16 റേഷ്യോയിൽ നിൽക്കുന്ന രണ്ട് ആംഗിൾസ് എത്രയൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലെ രണ്ടാമത്തെയും മൂന്നാമത്തെ ആംഗിളിനെ ഞാൻ 9x എന്നും 16x എന്നും എഴുതുവാണ്. ഇനി ആംഗിൾ സബ് പ്രോപ്പർട്ടി പ്രകാരം ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടി ഞാൻ എഴുതുവാണ്. 55 ഡിഗ്രി പ്ലസ് 9x പ്ലസ് 16x. ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പൊ ഈ എഴുതിയേക്കുന്ന ഇക്വേഷനിൽ നിന്ന് അൺനോൺ ആയിട്ടുള്ള എക്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. 55 ഡിഗ്രി പ്ലസ് 9x പ്ലസ് 16xനെ 25x എന്ന് എഴുതാം, ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ ഇവിടെ കിടക്കുന്ന 55 ഡിഗ്രി ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പൊ 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി എന്ന് വരും. അപ്പൊ 25x ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി. 25x ഈക്വൽ ടു 125 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 125 ഡിഗ്രി ബൈ 25 ഈക്വൽ ടു 5 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ x 5 ഡിഗ്രി ആണെങ്കിൽ 9xനെ എനിക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 5 എന്ന് എഴുതാം. 9 ഇൻറ്റു 5 എത്രയാണ്? 45 ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ ഇവിടെ 45 ഡിഗ്രി എന്ന് കൊടുക്കുവാണ്. 16 ഇൻറ്റു 5 എത്രയാണ്? 80 ആണ്. അപ്പൊ അടുത്ത ആംഗിൾ 80 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ അൺനോൺ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? 45 ഡിഗ്രിയും 80 ഡിഗ്രിയും ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, 45 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി.